നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, അമേരിക്കയിലും ഇന്ത്യൻ പ്രവാസികൾ ഇപ്പോൾ ധാരാളമുണ്ട്. ഇപ്പോൾ ജോലിക്കായും പഠിത്തത്തിനായും മറ്റും ഒരുപാട് ഇന്ത്യക്കാർ അങ്ങോട്ട് പോകുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന നയതന്ത്ര തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണ്. കാനഡയ്ക്കെതിരെയുള്ള നീക്കം ശക്തമാക്കുകയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്കിടയിൽ കനേഡിയൻ പൗരന്മാർക്കുള്ള വിസ സേവനങ്ങൾ ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് താൽക്കാലികമാണെന്നാണ് അറിയുന്നത്. എന്നാലും മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിസ നടപടികൾ ആരംഭിക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ കാനഡയിലുള്ള ഇന്ത്യൻ ജനതയെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിസ നിയന്ത്രണമെങ്കിലും ഭിന്നതയുടെ വ്യാപ്തി പ്രകടമാണ്. കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കേന്ദ്ര സർക്കാർ യാത്രാ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കടുത്ത നടപടി. കാനഡ സുരക്ഷിത രാജ്യമെന്നാണ് ഇന്ത്യയുടെ യാത്രാ മുന്നറിയിപ്പിനുള്ള കാനഡയുടെ പ്രതികരണം. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ രൂക്ഷമാകുന്നതിനിടെ കാനഡയിൽ വീണ്ടും ഖാലിസ്ഥാൻ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. NIA നേരത്തെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച സുഖ്ദുൽ സിംഗ് എന്ന സുഖ ദുനഖിയാണ് കൊല്ലപ്പെട്ടത്. കാനഡയിലെ വിന്നിംഗ്പെഗിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സുഖ്ദുൽ സിംഗിന് വെടിയേൽക്കുകയായിരുന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് വെടിവെപ്പിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. 2017 വ്യാജ യാത്രാ രേഖകൾ ഉണ്ടാക്കിയാണ് കാനഡയിലേക്ക് കടന്നത്. തുടർന്ന് ഒന്റാറിയോ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. കാനഡയിൽ താമസിക്കുമ്പോഴും ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ശക്തമായ വേരുകളുള്ള കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങൾക്ക് സുഖ് ദുനേഗെ സാമ്പത്തിക പിന്തുണയും സഹായങ്ങളും നൽകിയിരുന്നു. 2 കൊലക്കേസുകൾ അടക്കം ഇയാൾക്കെതിരെ 30ഓളം കേസുകൾ ഇന്ത്യയിലുണ്ട്. ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ മരണത്തിൽ ഇന്ത്യയുടെ പങ്ക് സംബന്ധിച്ച് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. നയതന്ത്ര പ്രതിനിധികളെ ഇരു രാജ്യങ്ങളും പരസ്പരം പുറത്താക്കിയിരുന്നു. കുറ്റവാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ട്രൂഡോ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാരാണ് കൃത്യം നടത്തിയത്. രാജ്യത്തെ മുതിർന്ന ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ കാനഡ പുറത്താക്കുകയും ചെയ്തു. സംഭവത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിഷയം ഇപ്പോൾ വലിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങളോട് ഇന്ത്യ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ തെളിവുകൾ നൽകാൻ ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത്, തെളിവുകൾ നിരത്തി കാര്യങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.